നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ OP ടൈമിന് നമ്മൾ വന്ന് നോക്കണം. ഇവിടെ ഡോക്ടർമാരിയ്ക്കുമ്പോൾ 100 കണക്കിന് പേഷ്യൻസിന്റെ പുറത്തുണ്ടാവും. ഡോക്ടറുടെ വീട്ടിൽ പോയി പരിശോധിച്ചാൽ അവിടെയും കാണും വൈകുന്നേരം 3 മണിക്ക് ശേഷം 100 കണക്കിന് ആളുകൾ. ഇവര് കയറി വരുമ്പോ ഇവരുടെ കയ്യിൽ നിന്ന് റിസൾട്ട് മേടിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് മാറ്റിയിടുന്നു, അടുത്ത ഡേറ്റ് എഴുതി കൊടുക്കുന്നു. അനുഭവസ്ഥനായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ ഭാര്യയും ഇവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആളെ നോക്കാൻ പണത്തിന് വേണ്ടിയിട്ട് വീടുകളിലേക്ക് അവര് ആളെ വിളിക്കുമ്പോ, വീടുകളിൽ കൺസൾട്ടന്റ് കൊടുക്കുമ്പോ ചിന്തിക്കേണ്ടത് ഇതുപോലെയുള്ള അവസ്ഥകൾ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവാതെ നോക്കേണ്ടതുണ്ട്. ഇത് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ വളരെ വ്യക്തമായി ആലപ്പുഴ മുനിസിപ്പൽ കമ്മിറ്റി SDPI പറയുന്നു, കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട 2 ഡോക്ടർമാരെയും വളരെ തുച്ഛമായ വകുപ്പുകൾ ഇട്ടുകൊണ്ട് സൗത്ത് സ്റ്റേഷനിൽ 2 കേസ് എടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത് ഇത്തരം ആളുകളെ. ഇതിനു മുമ്പും കൈപ്പിഴവുകൾ സംഭവിച്ചിട്ടുള്ള ഡോക്ടർമാരാണ്. ഇവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തുകയും കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്ന മിഡാസ് പോലെയുള്ള ചങ്കേഴ്സ് പോലെയുള്ള ലാബുകൾ അടച്ചുപൂട്ടാൻ ഇവിടത്തെ ഗവൺമെന്റിനും ആരോഗ്യ വകുപ്പിനും ചങ്കുറപ്പുണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ജനങ്ങളോട് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിയ മാധ്യമ പ്രവർത്തകർ, പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങളോട് സഹകരിച്ചവർ എല്ലാവർക്കും 1000 വിപ്ലവാഭിവാദ്യങ്ങൾ.